ഒരു ഭാഗത്ത് മെട്രോമാൻ ശ്രീധരൻ മുന്നോട്ട് വെച്ച അർദ്ധ അതിവേഗ റെയിൽപാത, മറുഭാഗത്ത് സംസ്ഥാന സർക്കാരിൻ്റെ വക മറ്റൊരു വേഗപ്പാത. രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്നു തന്നെ: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാനാകണം. പക്ഷേ ഒരേ സമയം രണ്ട് അതിവേഗ റെയിൽ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ ആശയക്കുഴപ്പത്തിലാണ് ജനങ്ങൾ. അകാലത്തിൽ പൊലിഞ്ഞ കേരളിന് ബദലായി ഇതിൽ ഏത് പദ്ധതിയാകും സംസ്ഥാനത്ത് നടപ്പാവുക? ശ്രീധരൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും അതിവേഗ റെയിൽ പദ്ധതികൾ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് നോക്കാം. കേരളയിൽ ഒരു തരത്തിലും നടപ്പാകില്ലെന്ന് കണ്ടാണ് ഇതിന് ബദലെന്നോണം RRTS അഥവാ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം പദ്ധതിക്ക് സർക്കാർ മുന്നിട്ടിറങ്ങുന്നത്. ഡൽഹി മീററ്റ് RRTS മാതൃകയിലാണ് പാത. ഇപ്പറഞ്ഞ RRTS പേരുമാറിയെത്തുന്ന കേരളയിലാണോ എന്ന സംശയം സ്വാഭാവികമായും ഉയരാം. എന്നാൽ പേരിലോ സാങ്കേതിക വിദ്യയിലോ പിടിവാശിയില്ലെന്നാണ് സർക്കാർ നിലപാട്. കേരളത്തിൻ്റെ കാലങ്ങളായുള്ള ആവശ്യമായതിനാൽ തെക്ക് വടക്കിനെ ബന്ധിപ്പിച്ച് ഒരു വേഗപ്പാത എങ്ങനെയെങ്കിലും വന്നാൽ മതിയെന്നാണ് സർക്കാരിന്. പക്ഷേ കേരളത്തിനെതിരായ പ്രതിഷേധങ്ങൾ പുതിയ പാതയ്ക്കെതിരെ ഉയരരുത് എന്ന നിർബന്ധം സർക്കാരിനുണ്ട്. ജനങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും പരാതികൾ പരമാവധി കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് ശ്രീധരൻ്റെ അതിവേഗ പാതയും വിഭാവനം ചെയ്തിട്ടുള്ളത്. രണ്ട് പദ്ധതികളും തമ്മിൽ സാമ്യതകളും വ്യത്യാസങ്ങളും ഏറെയുണ്ട്. ആദ്യം ഇരുപാതകളുടെയും ദൈർഘ്യം നോക്കാം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്നതാണ് റാപ്പിഡ് റെയിൽ. ആകെ ദൂരം 583 കിലോമീറ്റർ. അതേസമയം ശ്രീധരൻ്റെ പാത തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ്. ആദ്യഘട്ടത്തിൽ കാസർഗോഡ് ജില്ലയിലേക്ക് പാത നീളുന്നില്ല. പാതയുടെ ആകെ ദൂരം 430 കിലോമീറ്റർ. പക്ഷേ ഭാവിയിൽ കാസർഗോഡും മാംഗ്ലൂരുവും കടന്ന് മുംബൈ വരെ പാത നീട്ടിയേക്കാം. ഇനി വേഗത നോക്കിയാൽ റാപ്പിഡ് റെയിലിന് പരമാവധി വേഗം 180 കിലോമീറ്ററാണ്. ശരാശരി വേഗം ഇതിനേക്കാൾ കുറയും. ശ്രീധരൻ്റെ പാതയിൽ പരമാവധി 200 കിലോമീറ്റർ വേഗതയിലും ട്രെയിൻ കുതിക്കും. കൂടുതൽ വേഗം ശ്രീധരൻ്റെ ബദൽ പാതയ്ക്കാണെന്ന് ചുരുക്കം. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം കണ്ണൂർ അർദ്ധ അതിവേഗ പാത കടന്നു പോവുക. സംസ്ഥാനത്ത് ഇതുവരെ ട്രെയിൻ സർവീസ് കടന്നു ചെന്നിട്ടില്ലാത്ത പല സ്ഥലങ്ങളിലേക്കും പാത എത്തുമെന്ന പ്രത്യേകതയുമുണ്ട്. ആകെ സ്റ്റേഷൻ 22. തിരുവനന്തപുരം സെൻട്രൽ, തിരുവനന്തപുരം നോർത്ത്, വർക്കല, കൊല്ലം, കൊട്ടാരക്കര, അടൂർ, ചെങ്ങന്നൂർ, കോട്ടയം, വൈക്കം, എറണാകുളം, ആലുവ, നെടുമ്പാശ്ശേരി, തൃശൂർ, കുന്നംകുളം, എടപ്പാൾ, തിരൂർ, കരിപ്പൂർ, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ എന്നിങ്ങനെയാണ് 22 സ്റ്റേഷനുകൾ. കേരളത്തിന് സർക്കാർ പറഞ്ഞിരുന്നത് 11 സ്റ്റേഷനുകളായിരുന്നെങ്കിലും റാപ്പിഡ് റെയിലിന് എത്ര സ്റ്റേഷനുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കൊച്ചി മെട്രോയും വരാനിരിക്കുന്ന തിരുവനന്തപുരം, കോഴിക്കോട് മെട്രോകളെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് പദ്ധതി പൂർത്തീകരിക്കുക. അതായത് നിലവിൽ കൊച്ചി മെട്രോ കടന്നുപോകുന്ന അതേ പാതയിലൂടെ തന്നെ റാപ്പിഡ് റെയിലും കടന്നുപോകും. കൊച്ചിയിൽ മെട്രോ നിർമ്മാണം പൂർത്തിയായ ഭാഗങ്ങളിൽ റാപ്പിഡ് റെയിലിനായി പ്രത്യേകം പാത നിർമ്മിക്കേണ്ടതില്ല. സമാനമായി കോഴിക്കോട്ടും തിരുവനന്തപുരത്തും വരാനിരിക്കുന്ന മെട്രോ ലൈനുകളിലൂടെ തന്നെ റാപ്പിഡ് റെയിൽ കടന്നുപോകും. 5 വർഷത്തിനകം പദ്ധതി പൂർത്തീകരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് ട്രെയിൻ സർവീസ് ആരംഭിക്കാനാകുമെന്നാണ് ശ്രീധരൻ പറയുന്നത്. പക്ഷേ റാപ്പിഡ് റെയിൽ പൂർത്തിയാകാൻ 12 വർഷമെടുക്കും. 4 ഘട്ടങ്ങളിലായാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടം തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ നീളുന്ന 284 കിലോമീറ്റർ ട്രാവൻകൂർ ലൈൻ. 2027 നിർമ്മാണം തുടങ്ങി 2033 ഈ പാതയുടെ നിർമ്മാണം പൂർത്തിയാകും. രണ്ടാം ഘട്ടം തൃശൂർ മുതൽ കോഴിക്കോട് വരെയുള്ള മലബാർ ലൈൻ. കോഴിക്കോട് മുതൽ കണ്ണൂർ വരെ നീളുന്ന കണ്ണൂർ ലൈനാണ് മൂന്നാം ഘട്ടം. നാലാം ഘട്ടം കണ്ണൂരിൽ നിന്ന് നേരെ കാസർഗോട്ടേക്ക്. ഇങ്ങനെ 4 ഘട്ടങ്ങളിലായി പണി പൂർത്തിയാകുന്ന റാപ്പിഡ് റെയിൽ 2039 പൂർണ്ണ സജ്ജമാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ശ്രീധരൻ മുന്നോട്ട് വെച്ച പാതയിൽ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ എത്താൻ 3 മണിക്കൂറും 15 മിനിറ്റും മതി. 1 മണിക്കൂർ 20 മിനിറ്റിൽ തലസ്ഥാനത്ത് നിന്ന് കൊച്ചിയിലും എത്താം. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടെത്താൻ 2.5 മണിക്കൂറും മതി. ആദ്യഘട്ടത്തിൽ ട്രെയിനിന് 8 കോച്ചുകൾ ഉണ്ടാകും. ഇത് പിന്നീട് 16 വരെയായി വർദ്ധിപ്പിക്കാം. 8 കോച്ചുകളിലായി 560 പേർക്ക് സഞ്ചരിക്കാം. കോച്ചിൻ്റെ എണ്ണം 16ആയി വർദ്ധിക്കുമ്പോൾ യാത്രക്കാരുടെ എണ്ണം 1000 കടക്കും. ഉയർന്ന യാത്രാശേഷി, കുറഞ്ഞ സ്റ്റേഷൻ ഇടവേള എന്നിവയാണ് റാപ്പിഡ് റെയിലിൻ്റെയും സവിശേഷത. എത്ര സ്റ്റേഷനുകൾ ഉണ്ടാകും എന്നതെല്ലാം കണക്കാക്കിയ ശേഷമേ റാപ്പിഡ് റെയിലിൻ്റെ യാത്രാസമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. കേരളത്തിന് ആവശ്യമായിരുന്ന ഭൂമിയുടെ 1/3 മാത്രമേ അർദ്ധ അതിവേഗ പാതയ്ക്ക് ഏറ്റെടുക്കേണ്ടി വരൂവെന്നാണ് ശ്രീധരൻ പറയുന്നത്. 25 മീറ്ററിൽ മാത്രമേ ഭൂമി ഏറ്റെടുക്കേണ്ടതുള്ളൂ. അതിനാൽ ജനങ്ങൾക്ക് അധിക ഭൂമി നഷ്ടമാകില്ല. ജനങ്ങളുടെ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരില്ല എന്നതിനാൽ തന്നെ പദ്ധതിക്കെതിരായ എതിർശബ്ദങ്ങളും കുറയും. പ്രദേശങ്ങളെ രണ്ടായി കീറിമുറിക്കുന്നതായിരിക്കില്ല പുതിയ പാത. 70% സ്ഥലത്തും തൂണിന് മുകളിലൂടെയാണ് ട്രെയിൻ കടന്നുപോവുക. 20 മുതൽ 25% ഇടങ്ങളിൽ തുരങ്കത്തിനുള്ളിലൂടെയായിരിക്കും പാത. ഈ ഭാഗങ്ങളിൽ സ്ഥലം ഏറ്റെടുക്കേണ്ടിയും വരില്ല. 5 മുതൽ 10% വരെ മാത്രമേ സാധാരണ സ്ഥലത്തുകൂടി പാത കടന്നുപോവുകയുള്ളൂ. പാതയുടെ നിർമ്മാണ ശേഷം കൃഷി ആവശ്യങ്ങൾക്ക് നിബന്ധനകളോടെ ഭൂമി യഥാർത്ഥ ഉടമകൾക്ക് പാട്ടത്തിന് നൽകും. പക്ഷേ പാലത്തിനടിയിൽ നിർമ്മാണങ്ങൾക്കോ വലിയ മരങ്ങൾ നടുന്നതിനോ അനുമതിയുണ്ടാകില്ല.
ശ്രീധരന്റെ പദ്ധതിയിലേതിന് സമാനമായി റാപ്പിഡ് റെയിലിലും ഭൂരിഭാഗം ഇടങ്ങളിലും തൂണിന് മുകളിലൂടെയാണ് പാത കടന്നുപോവുക. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം എംബാങ്ക്മെന്റ്, ടണൽ എന്നിവയിലൂടെയും പാത നിർമ്മിക്കും. പക്ഷേ റാപ്പിഡ് റെയിലിന്റെ ചെലവ് സംബന്ധിച്ച കാര്യങ്ങളിൽ സർക്കാർ വ്യക്തത വരുത്തിയിട്ടില്ല. നിലവിൽ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കേരളിന് സംസ്ഥാനം ചെലവ് കണക്കാക്കിയിരുന്നത് ഏകദേശം 64,000 കോടിയായിരുന്നു. ശ്രീധരൻ മുന്നോട്ട് വെച്ച റെയിൽ പദ്ധതിക്ക് പക്ഷേ 1 ലക്ഷം കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ചെലവിന്റെ 60% കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും 40% കടമായും കണ്ടെത്തണം. ഇനി സംസ്ഥാനത്തിന്റെ റെയിൽ പദ്ധതിയിലേക്ക് വന്നാൽ പദ്ധതി ചെലവിന്റെ 20% സംസ്ഥാന സർക്കാർ, 20% കേന്ദ്ര സർക്കാർ, 60% അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ദീർഘകാല വായ്പ എന്ന നിലയിലാണ് പണം കണ്ടെത്തേണ്ടത്. ഇനി അറിയേണ്ടത് സംസ്ഥാനം മുന്നോട്ട് വെച്ച റാപ്പിഡ് റെയിലിനാണോ അതോ ശ്രീധരന്റെ ബദലിനാണോ കേന്ദ്രം കൈകൊടുക്കുക എന്നതാണ്. പുതിയ പാതയ്ക്കായി പൊന്നാനിയിൽ വസതിയോട് ചേർന്ന് ശ്രീധരൻ ഓഫീസ് വരെ തുറന്നു കഴിഞ്ഞു. സംസ്ഥാനം മുന്നോട്ട് വെച്ച റാപ്പിഡ് റെയിൽ കേരളത്തിൽ ഒരു തരത്തിലും പ്രായോഗികമല്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. ശ്രീധരനും സർക്കാരും തമ്മിൽ തുറന്ന വാക്പോരിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അതിവേഗ റെയിൽപാത മുഖ്യ പ്രചാരണ വിഷയങ്ങളിൽ ഒന്നാകുമെന്നും ഉറപ്പാണ്. അതിനാൽ നിലവിലെ സാഹചര്യത്തിൽ ഒരുപക്ഷെ ശ്രീധരന്റെ ബദലിനാണ് കേന്ദ്രം ആദ്യം അനുമതി കൊടുക്കുന്നതെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ മാറിയാലും അത്ഭുതമില്ല.